എക്സാം കഴിഞ്ഞപ്പോൾ നന്ദുട്ടീനെ താട്ടം വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ അവൾ ഈ അങ്ങോട്ട് ഓടുന്നത് അവിടെ നിറയെ മയിലുകളുണ്ട്, അപ്പോൾ അതിനെ കണ്ടിട്ടാണ്. പിന്നെ താട്ടം വന്നപ്പോൾ നല്ല പാൽപ്പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഗംഭീര സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കതിന് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞാനും നന്ദുട്ടിയും പരസ്പരം അങ്ങോട്ട് പറഞ്ഞു തീർക്കും കേട്ടോ, അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ക്ഷീണം മാറ്റാനായിട്ട് അമൽ 2-3 ഗ്ലാസ് പായസം എടുത്തിട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. നന്ദുട്ടി ഇന്ന് എൻ്റെ വകയാണ് സാലഡ് എന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. രാത്രിയിലേക്കുള്ള കുക്കിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ സവാള അരിയുന്ന തുടക്കത്തിൽ നല്ല പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാള. കാരണം അത്യാവശ്യം നല്ല നീറ്റിലുള്ള സവാള ആയിരുന്നേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുത്തിട്ട് ഇനി എനിക്ക് വയ്യ എന്ന തോന്നലായപ്പോൾ എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമലുത് അവിടെ ഇരുന്നിട്ട് സൈലന്റ് ക്ലാസ് കാണുന്നുണ്ട്, എക്സാം ആണല്ലോ. അപ്പോൾ ആള് അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതാ അവിടെ വന്ന് നോക്കും എന്തായി, കിച്ചണിൽ സെറ്റായോ റെഡിയായോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഇനി എല്ലാം റെഡി ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു റിങ് ചെയ്യും, അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വിട്ടോ. സൈലന്റ് ക്ലാസ് അവൻ എക്സാം ആകുമ്പോൾ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണാറുണ്ട്. പിന്നെ പാർക്കുട്ടി അവിടെ ഇരുന്നിട്ട് അവളുടേതായ തിടുക്കത്തിലുള്ള പരിപാടിയിലാണ് കേട്ടോ. എക്സാം ആണല്ലോ, ആൾക്കും ബുക്ക് എടുക്കുന്നുണ്ട്, തപ്പുന്നുണ്ട്, തിരയുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ആകെ ഫുൾ ടൈം ബിസിയാണ് കേട്ടോ ആള്. അതിനിടയ്ക്ക് എന്നോട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കിച്ചണിലെ പണി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞേ. പിന്നെ നന്ദുട്ടി ഇവിടെ നിന്നും പണി മാറ്റി പോയ സ്ഥിതിക്ക് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ സവോളയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു മയോണൈസ് ഉണ്ടാക്കി കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരമായിട്ടൊന്നും മയോണൈസ് ഉണ്ടാക്കാറില്ല, പക്ഷെ ഇന്ന് നമ്മൾ ഷവായാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മയോണൈസ് വേണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളെ സാലഡും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ, സവാളയും മല്ലിച്ചപ്പൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഷവായ കുക്കറിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കേണ്ട പണിപ്പുരയിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളെ പാനിലേക്ക് മാറ്റിയിട്ട് ഇടുകയാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഷവായ സെറ്റായപ്പോൾ ഏട്ടൻ കുബൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മക്കൾ ഇരുന്നിട്ട് ആദ്യം കഴിച്ചു. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സമയം, ഏട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. ആദ്യം മക്കൾ കഴിച്ചു, പിന്നെ ഞങ്ങളും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ രാത്രി അങ്ങോട്ട് ശുഭരാത്രിയായി കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു, ഗുഡ് നൈറ്റ്.